എനിക്കൊരു സഹോദരി അറിയാം, എൻ്റെ വീടുമായിട്ട് വളരെ അടുപ്പുള്ളൊരു സഹോദരിയാണ്. ഞാൻ സ്വർഗത്തിലേക്കുള്ള പാത എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രസംഗം. ആ കാലത്ത് പരിചയപ്പെട്ടാണ് ആ കുടുംബത്തെ. എൻ്റെ കുടുംബമായിട്ട് എൻ്റെ ഭാര്യയ്ക്കായിട്ട് വളരെ അടുപ്പാണ്. വളരെ സന്തോഷത്തിൽ ജീവിച്ച ഒരു വീട്ടമ്മയാണ്. ഇപ്പം മക്കളെയൊക്കെ കെട്ടിച്ചു. ഈ അടുത്ത സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് ഉസ്താദെ ദുആ ചെയ്യാൻ ചോദിച്ചു. എന്താ? എനിക്ക് ബ്ലഡ് ക്യാൻസർ ഉസ്താദെ, എന്നിട്ട് ചിരിക്കുക. ഇന്നേ വരെ എൻ്റെ മുമ്പിൽ ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വരും, പക്ഷേ ഇതുവരെ അവർ കരഞ്ഞിട്ടില്ല. അവരെ ഭർത്താവ് പറയാ, ശരീരത്തിന് ചൂട് വന്നു, ലേക്ഷോറിൽ പോയി ഡോക്ടർ ഗംഗാധരൻ ടെസ്റ്റ് ചെയ്തിട്ട് ഭർത്താവിനെയും ഭാര്യയും വിളിച്ചിട്ട് ഇവർക്ക് ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ ഒരു തുള്ളി കണ്ണീര് വന്നില്ല. അന്ന് മുതൽ ചിരിയാണ്. അവസാനം ഈ അടുത്ത സമയത്ത് ഞാനിപ്പോൾ ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു, എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നു. വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ എന്നോട് മെല്ലെ പറഞ്ഞു, ഉസ്താദെ എല്ലാവരുടെ മുമ്പിലും കളിച്ച് ചിരിച്ച് നടക്കണമെങ്കിലും എൻ്റെ കൽബിൻ്റെ കണ്ണുനീര് എനിക്കും അള്ളാഹ്ക്ക് അറിയാവുള്ളൂ. ആ കവയുടെ കില്ലേ പിടിക്കുമ്പോൾ എന്നെ മറക്കരുത് കേട്ടോ, എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോൾ കണ്ണിൻ്റെ കോണിലൊരു ചെറിയ കണ്ണുനീര് കണ്ടു. പിന്നെ ഞാൻ കണ്ടിട്ട് എന്തിനാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ ബേജാറാവണത്? നമ്മൾ കരഞ്ഞത് കൊണ്ട് വിധി മാറുമോ? നമ്മൾ തളർന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ വിധി മാറുമോ? നമ്മൾ നിരാശരായത് കൊണ്ട് മരിച്ചുപോയവർ തിരിച്ചു വരുമോ? ഒന്നുമുണ്ടാവില്ല. നമ്മൾ ഒരു ചാൻസ് കയറിൽ പോയി ജീവിതം അവസാനിച്ചാൽ നമ്മുടെ മക്കളെ യതീമായെന്നല്ലാതെ എന്താണ് ഇതിനൊരു ബാക്കിപത്രമുള്ളത്? അതുകൊണ്ട് സഹോദരിമാരെ, ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കണം. ഒരാൾക്ക് പരീക്ഷണം ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ അത് പറഞ്ഞ് സമയത്രയായി 11 നമുക്കറിയാം. തന്ത്രാപ്പന്ന് സൂചിയും കറങ്ങണില്ലേ? അള്ളാഹു നമ്മൾ ഒരു 11:30 ആകുമ്പോൾ നമുക്ക് പറഞ്ഞ് നമുക്കിന്നൊരു നല്ല ദുആടെ സദസ്സിന് കുറച്ച് ദിക്റൊക്കെ ചൊല്ലി ദുആ ചെയ്യണം. ഞാൻ ഹജ്ജിന് പോവാണ്, ഞാനും ഭാര്യയും. ഇൻഷാല്ലാ പോണതിന് മുമ്പ് ഇതെല്ലാം പാവങ്ങളായ സാധുക്കളായ ആളുകളാണ്. കോടീശ്വരന്മാരൊക്കെ ഇപ്പോഴും പെട്രോളിൻ്റെ വില താന്നോ, സെൻസെക്സിൻ്റെ ഓഹരി സൂചിക മൂന്നിയെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഖലായിൽ ബേജാറ് കാണിക്കുക അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. സ്ത്രീകൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന മനസ്സാണ്. ആ സമയത്ത് നമ്മൾ അവരോട് സമാധാനം പറഞ്ഞു കൊടുക്കണം. ആണുങ്ങൾ സംയമനം പാലിക്കണം. മോളെ, ഇതല്ലാഹുവിന്റെ ഖലാൻ, ഇതല്ലാഹുവിന്റെ പ്രയാസമാണ്, ഇതല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ അല്ലാഹു ക്ഷമിക്കാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മൾ അത് ആണുങ്ങൾ പറഞ്ഞു കൊടുക്കണം. പെട്ടെന്ന് മരണം ഉണ്ടായി, പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ ബഹുമാനനായ നൗഷാദ് വാക്കവി, അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം കൊടുക്കട്ടെ. അദ്ദേഹം ഹറമിലായിരിക്കുമ്പോഴാണ് മകൻ മരിക്കുന്നത്. നെഞ്ച് തകർന്നൊരു പിതാവിനെ പോലെ കടന്നു വരുമ്പോൾ എല്ലാവരും ഉണ്ട്. സലാം സാഹിബുണ്ട്, സുലൈമാൻ സാഹിബ്, ഈ വരുന്ന മുഴുവൻ ആളുകളുമുണ്ട്. അദ്ദേഹം വരുമ്പോൾ മയ്യത്തെടുക്കുന്ന സമയം എൻ്റെ മകന്റെ പ്രായമാണ്. പൊന്നുമോന്റെ മയ്യത്തെടുക്കാൻ പോകുന്നു. ഭാര്യ തളർന്നു കിടക്കുന്നു. വാക്കവി വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ആ സമയത്തും മയ്യത്തെടുക്കാൻ നേരത്തറിയാം ആർക്ക് സഹിക്കാൻ കഴിയില്ല. പൊന്നുമോന്റെ മയ്യത്തിന് മണ്ണിന്റെ അടിയിലേക്ക് പോകാൻ. അതിന് തൊട്ടു മുമ്പ് മരിച്ചു കിടക്കുമ്പോഴെങ്കിലും മോന്റെ മുഖം കാണാം. ആ സമയത്ത് ഈ വിനീതൻ എഴുന്നേറ്റുന്നൊരു 3 മിനിറ്റ് പ്രസംഗം നടത്തി. പിന്നീട് ഈ അടുത്ത സമയത്ത് എന്നോട് വാക്കവി പറഞ്ഞു, ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഹൃദയം തകർന്ന് എൻ്റെ മോന്റെ മയ്യത്തെടുക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ 3 മിനിറ്റത്തെ ആ വാക്ക്, അതാണ് എൻ്റെ മനസ്സിൽ ഈമാൻ തന്നത്. ആ മനസ്സിൽ എൻ്റെ കോളേജിൻ്റെ തൊട്ട് മുമ്പിൽ മുഹ്സിൻ എന്ന പൊന്നുമോൻ, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ, +2 പഠിക്കുന്നു, മരിച്ചു. മയ്യത്തെടുക്കാൻ സമയമായി. ഞാൻ അവിടെ പോയി. ഉമ്മ മാറത്തട്ടഹസിച്ച് കരയുന്നു. മുഹ്സിൻ്റെ മയ്യത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു പ്രസംഗം നടത്തി. ഒരു ഹദീസ്, ആ ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉമ്മ പറഞ്ഞു, ഉസ്താദേ അതാണ് എൻ്റെ ഒരു സന്തോഷം. ഏതിനെയും പെണ്ണുങ്ങൾ അങ്ങനെയാണ്, പെട്ടെന്ന് പ്രതികരിക്കും. ആ പെണ്ണുങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ബാധ്യത ആണുങ്ങളാണ്, പറയണം. ആ സമയത്തിലിപ്പോൾ പറഞ്ഞ അവർ പറയും നിങ്ങൾ പോയി. പെണ്ണങ്ങനെയാണ്. അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ ദേശത്തിൽ സംസാരിക്കുമ്പോൾ ഭർത്താക്കന്മാർ തിരിച്ച് സംസാരിക്കാൻ പാടില്ല. കേട്ടോളിയും ഭർത്താക്കന്മാർ, പെണ്ണുങ്ങൾ ഈ ഗളബാനായിട്ട് ജദ്ബ് പിടിച്ചിട്ട് സംസാരിക്കും. നിങ്ങളുടെ ഉമ്മാക്കാരിക്കും നിങ്ങളുടെ അമ്മായി ഇപ്പം അങ്ങനെ എങ്ങനെയാണ് പറയണ സമയത്ത് ആണുങ്ങൾ പെണ്ണുങ്ങളോട് തിരിച്ചു വർത്താനം പറയാൻ പാടില്ല എന്ന് മഹാപണ്ഡിതനായ അല്ലാമ ഇബ്നുൽ ജൗസി
റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പെണ്ണ് പെട്ടെന്ന് പ്രതികരിക്കുന്നവളാണ്. അവള് ദേശത്തോട് വർത്തമാനം പറയുമ്പോ ഭർത്താക്കന്മാരെ ആ സമയത്ത് നിങ്ങൾ അവൾ പറഞ്ഞതിനൊക്കെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കരുത്. അതൊരു ദുരന്തത്തിലേ കലാശിക്കൂ, അത് തലാഖിലേ കലാശിക്കൂ. ആ സമയത്ത് ഭർത്താക്കന്മാര് വർത്തമാനം പറയരുത്. പിന്നെന്ത് ചെയ്യണം? അല്ലാമ ഇബ്നു ജൗസി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അവളുടെ കണ്ണിലേക്ക് ദയനീയതയോടെ നോക്കണം, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്. അപ്പ ഭർത്താവ് ചെയ്യേണ്ടത്, ഇതൊക്കെ വലിയ ഇൽമാണ്, ഇനി വേറൊരു വേദി കിട്ടൂല. ഭാര്യ ദേശത്തിൽ വർത്താനം പറയുമ്പോ ഒന്ന് പറയുമ്പോ തിരിച്ചു പറയാൻ വിവേകമുള്ള ആണുങ്ങൾ നിൽക്കരുത്. അവളുടെ കോപം അടങ്ങിയിട്ട് അവളോട് സംസാരിക്കാവൂ. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അപ്പ സംസാരിച്ച തലാഖ് ഉറപ്പാണ്. അവളൊന്ന് പറയും, നമ്മൾ രണ്ടടി കൊടുക്കും. അവൾ മൂന്നാമത്തെ കിട്ടാൻ വീണ്ടും മോന്തം കാണിച്ചു നിൽക്കും. അതാണ് പെണ്ണിന്റെ സ്വഭാവം. പെണ്ണ് വല്ലാതെ സംസാരിക്കുമ്പോ ആ സമയത്ത് ദേഷ്യം കൊണ്ട് തുള്ളുകയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇടി വെട്ടുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കലല്ലേ നമ്മൾ ചെയ്യുക. ഇടിയും മിന്നലും വല്ലാതെ വെട്ടാൻ തുടങ്ങുമ്പോൾ ബുദ്ധിയുള്ള ആണുങ്ങൾ എന്ത് ചെയ്യും? മുറ്റത്തിറങ്ങൂല, അവൻ പോയി മെയിൻ സ്വിച്ച് ഓഫാക്കും. ഇതൊക്കെ ഒന്ന് തീർന്നതിന് ശേഷം ഓണാക്കിയാൽ കാര്യങ്ങൾ എത്തുമാണ്. അതുകൊണ്ട് പെണ്ണിന്റെ ഭഗതമതാണ്. ഇതൊക്കെ ഈമാൻ മഹാന്മാര് പറയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുക. ഏത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും അവളോട് പറഞ്ഞു കൊടുക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ മകനെ പിടിച്ചെടുത്തു. മരണം കൊണ്ട് ഒരാളുടെ മകനെ പിടിച്ചെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ 2 മരണം നടക്കുന്ന ദുഃഖം കൊണ്ട് തണ്ണീരിലിട്ട് നിന്ന സമയത്തും ഞാൻ നടത്തിയ പ്രഭാഷണം ഇത് തന്നെയായിരുന്നു. 3 മിനിറ്റ്. ആ 3 മിനിറ്റ് പറഞ്ഞതാണ്. അല്ലാഹു പറയുകയാണ്, ഒരാൾ തന്റെ പൊന്നുമോനെ താലോടിച്ചിങ്ങനെ വളർത്തിക്കൊണ്ടുവന്നപ്പോ അവൻ നാളെ എന്റെ ഒരു ആഗ്രഹം ആശയമാകുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുമ്പോ അവന്റെ മകനെ മരണം കൊണ്ട് തിരിച്ചെടുത്തു. ദുഃഖാത്തനായി എവിടെയോ നിൽക്കുന്ന പിതാവിനോട് ആരോ ചെന്ന് പറഞ്ഞു, പത്രേ നിങ്ങളുടെ മകനിനാ മരിച്ചു എന്ന ദുഃഖവാർത്ത പറഞ്ഞപ്പോ ആ പിതാവ് പൊട്ടിക്കരഞ്ഞില്ല, മാറത്തട്ടഹസിച്ചില്ല. ആ പിതാവ് കേട്ട ഉടനെ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നീടാണ് ഇസ്തിർജാഅ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ് എന്ന് റബ്ബിനെ സ്തുതിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാ പിതാവ് പറഞ്ഞ, ഇതൊക്കെ ഞാൻ നിങ്ങളുമടക്കമുള്ള മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കൾ മാത്രം ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഏറ്റവും ബലഹീനനായ പിതാവെന്ന നിലക്കാണ് ഞാൻ ഈ പറയുന്നത്. മക്കളുടെ കൊതി കാണുന്ന, അവരെ പിണക്കങ്ങൾ കാണുന്ന, ഒരു ദിവസം വല്ലാതെ വിശ്രമം കിട്ടിയാൽ മക്കളെ തോളത്തിരുത്തിയിട്ട് ആനകളിപ്പിക്കുന്ന ഉപ്പാട വാത്സല്യത്തോട് മക്കൾ മരിച്ചെന്ന് കേട്ടാൽ ആ സമയത്ത് നാവ് പൊന്തുമോ? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയെ നിനക്കാണ് അല്ലാഹ്. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ നിനക്കുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന ഒരു പിതാവ് പറഞ്ഞാൽ ആ പിതാവിന്റെ വായിൽ നിന്ന് കേട്ട വാക്ക് കേട്ടിട്ട് പ്രതിഫലമെഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോകും. ഈ പിതാവിന്റെ വാക്കിനെന്ത് പ്രതിഫലമാണ് എഴുതുക? അവര് നേരെ അള്ളാന്റെ മുമ്പിൽ ചെന്നിട്ട് പറയും, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ ഒരു മകൻ മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോ നിന്റെ ഒരു അടിമ ഇങ്ങനെ പറഞ്ഞു, അവൻ എന്ത് പ്രതിഫലമാണ് എഴുതേണ്ടതെന്ന് ചോദിക്കുമ്പോ പടച്ച തമ്പുരാൻ മറുപടി പറയുമത്രേ, അവന്റെ പ്രതിഫലം നിങ്ങൾ എഴുതണ്ട, അവൻ എന്റെ മുമ്പിൽ പരലോകത്ത് നേരിട്ട് വരുമ്പോ അവൻ ഞാൻ ആ പ്രതിഫലം നേരിട്ട് കൊടുത്തുകൊള്ളാം. അല്ലാഹു നേരിട്ട് കൊടുക്കുന്ന പ്രതിഫലമാണത്. അവസാനം അയാൾ മരിച്ചു പോകുമ്പോ മലക്കുകൾ ചോദിച്ചു, എന്നാലും ഈ വാക്കിന് നീ കൊടുക്കുന്ന പ്രതിഫലമേതെന്ന് ഞങ്ങൾക്കൊന്നറിയാൻ നീ അതൊന്ന് പറഞ്ഞു തരുമോ? അല്ലാഹു പറഞ്ഞു, ഞാൻ അവന് വേണ്ടി സ്വർഗത്തിലൊരു വീട് പണിയും, അവന് വേണ്ടി സ്വർഗത്തിലൊരു ഭവനം പണിതിട്ട് അതിന് ദാറുൽ ഹംദ് എന്ന് ഞാൻ പേരിടുമത്രേ. ആ വീട് റബ്ബ് പണിതിട്ട് പരലോകത്തിന്റെ വീട് പറയണ്ടല്ലോ, സ്വർഗത്തിന്റെ വീട് പറയണ്ടല്ലോ,
ഒറ്റമുത്തിനാലുള്ള മാളുക പണിതിട്ട് അതിന്റെ ഗേറ്റിൽ ഞാൻ എഴുതി വെക്കും ദാറുൽ ഹംദ്, ദാറുൽ ഹംദ്, ദാറുൽ ഹംദ്. ഹംദ് പറഞ്ഞവന്റെ പ്രതിഫലമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, അല്ലാഹ് കേട്ടും ഇഷ്ടമുള്ള വാക്ക് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നൊരാള് പറഞ്ഞാൽ, എന്റെ മകൻ മരിച്ചു പോയാൽ അതിന് പകരം എന്റെ റബ്ബ് എനിക്ക് നൽകുന്ന പ്രതിഫലമിനാണെങ്കിൽ സബർതു, ഞാൻ ക്ഷമിച്ചെന്ന് പറയാൻ കഴിയുന്നവനാണ്. പരീക്ഷണങ്ങളിലെ തളരല്ല മുഅ്മിനീങ്ങളെ. ഏത് പരീക്ഷണം വന്നാലും പറയണം അൽഹംദുലില്ലാഹ്. റബ്ബിനു സ്തുതി, ഹസ്ബുനല്ലാഹ്, അവനാണ് എനിക്ക് വലുത്, അവനെയാണ് എനിക്ക് സ്വന്തമാക്കേണ്ടത്, അവനാണ് എല്ലാം തിരിക്കാൻ കഴിവുള്ളവൻ. അല്ലാഹു നമുക്ക് ആ പ്രതിഫലം നൽകട്ടെ.